Thank you, Jesse Al, for this great opportunity. Thank you very much. ഇപ്പോൾ ഉദ്ഘാടകൻ കിരൺ കുമാർ സാർ തന്നെ നമ്മുടെ വിഷയത്തിന്റെ ഒരു എസെൻസ് ഇവിടെ പ്രസന്റ് ചെയ്തു കഴിഞ്ഞു. സോ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പമാണ്. സോ സ്മൈൽ അറ്റ് സ്ട്രെസ് അല്ലെ. ഞാനിപ്പോ ഒരു വാക്ക് ഈ സ്ക്രീനിൽ എഴുതാം. ഞാനിപ്പോ എഴുതിയ ഈ വാക്ക് ഒന്ന് പിന്നിൽ നിന്ന് മുന്നിലേക്ക് ഒന്ന് സ്പെല്ല് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാക്ക് എന്താണ്? അതൊന്ന് ടൈപ്പ് ചെയ്യാമോ ചാറ്റ് ബോക്സിൽ? ഈ വാക്ക് പിന്നിൽ നിന്ന് മുന്നിലോട്ട് ഒന്ന് സ്പെല്ല് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു വാക്ക് കിട്ടും. ആ വാക്ക് എന്താണ്? പ്ലീസ് ടൈപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ്. യെസ്, ആ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ പെട്ടെന്ന്. എന്താണ്? സ്ട്രെസ്ഡ് എന്ന വാക്ക് അവസാനത്തിൽ നിന്ന് ആദ്യത്തേക്ക് സ്പെൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാക്ക് എന്താണ്? യെസ്, ഒരുപാട് ഉത്തരങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, ആദ്യമായിട്ട് ഉത്തരം നൽകിയിരിക്കുന്നത് മഹേഷ് ചേട്ടനാണ്. ഡിസേർട്സ്. ഡിസേർട്സ് എന്നുള്ള വാക്ക് എത്ര മനോഹരമായിട്ടുള്ള വാക്കാണ് ഇത്. ഡിസേർട്സ്. ഡിസേർട്സ് എന്ന് പറയുമ്പോൾ ഐസ്ക്രീം അല്ലെ, ഐസ്ക്രീം. അപ്പോ സ്ട്രെസ്ഡ് എന്നുള്ള വാക്കിനെ ഡിസേർട്സ് ആക്കി മാറ്റാൻ നമുക്ക് പറ്റും. ഏത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലും പുഞ്ചിരിയോടെ നേരിട്ട് അതിനെ ഐസ്ക്രീം പോലെ ടേസ്റ്റി ആക്കി മാറ്റാൻ പറ്റും. സോ അതിനെന്ത് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് അവർ ടുഡേയ്സ് സെഷൻ. So once again, I welcome you all to this session. Smile at stress. പുഞ്ചിരിയുടെ ഈ സ്ട്രെസ്സിന്റെ സമയത്ത് പുഞ്ചിരിക്കാൻ പറ്റുക എന്നുള്ളത് തീർച്ചയായിട്ടും വലിയൊരു ക്വാളിറ്റിയാണ്. നമ്മുടെ കിരൺ കുമാർ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോ പലരും കടന്നു പോകുന്നത് ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ ആവാം. അതാണ് യാഥാർത്ഥ്യം. കാരണം കൊറോണ കാരണം ബിസിനസ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ജോലി ചെയ്തിരുന്നവർക്ക് ആ സ്ഥാപനങ്ങളിലോട്ട് പോകുവാനോ വരുമാനം നേടുവാനോ പറ്റാത്ത അവസ്ഥ. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന നാളെയെ കുറിച്ചുള്ള ആകുലതകൾ നിലനിൽക്കുന്ന സമയത്തും പുഞ്ചിരിക്കാൻ നാം പഠിക്കണം. സോ ഇന്നത്തെ നമ്മുടെ ഒബ്ജക്റ്റീവ് വളരെ സിമ്പിൾ ആണ്. ഡിഫറെന്റ് സ്ട്രെസ്സിനെ സുഹൃത്താക്കുക ആൻഡ് അച്ചീവ് എ ബാലൻസ്ഡ് സ്മൈൽ ഈവൻ ഇഫ് യു ആർ കംപ്ലീറ്റ്ലി ബിസി വിത്ത് യുവർ വർക്ക് ആൻഡ് ബിസിനസ്. ഒരു ബാലൻസ്ഡ് സ്മൈൽ ഇത് നേടിയെടുക്കുക. നിങ്ങളുടെ വർക്കിലും ബിസിനസ്സിലും ഒക്കെ എത്ര തന്നെ ബിസി ആണെങ്കിലും സ്ട്രെസ്സിനെ സുഹൃത്താക്കി കഴിഞ്ഞാൽ ഒരു ബാലൻസ്ഡ് സ്മൈൽ നേടിയെടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ് എന്ന് എനിക്കറിയാം. എന്താണ് ഈ ബാലൻസ്ഡ് സ്മൈൽ എന്നല്ലേ? ബാലൻസ്ഡ് സ്മൈൽ എന്നാൽ നമുക്ക് നമ്മുടെ ഫാമിലി, കുടുംബ ജീവിതത്തിൽ പുഞ്ചിരിക്കാൻ പറ്റണം, ബിസിനസ്സിൽ പുഞ്ചിരിക്കാൻ പറ്റണം, സാമൂഹ്യ ജീവിതത്തിൽ പുഞ്ചിരിക്കാൻ പറ്റണം. ഈ എല്ലാ മേഖലകളിലും പുഞ്ചിരിയെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമ്പോഴാണ്, ബാലൻസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് അത് ബാലൻസ്ഡ് സ്മൈൽ ആയി മാറുന്നത്. So please lend me your ears for the next 40 minutes and definitely I guarantee you that you will learn to befriend stress and achieve a balanced smile even if you are completely busy with your work and business. Stress decreases your performance level. Stress decreases your performance level. നിങ്ങളുടെ പെർഫോമൻസ് സ്ട്രെസ് കുറയ്ക്കുന്നു. ഈ സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ യോജിക്കുന്നുവെങ്കിൽ ചാറ്റ് ബോക്സിൽ വൈ എന്ന് ടൈപ്പ് ചെയ്യുക. യോജിക്കുന്നില്ലെങ്കിൽ എൻ എന്ന് ടൈപ്പ് ചെയ്തോളൂ, വേഗമാവട്ടെ. യോജിക്കുന്നുവെങ്കിൽ വൈ, യോജിക്കുന്നില്ലെങ്കിൽ എൻ. യെസ്, കം ഓൺ. നമുക്ക് സ്ക്രീനിൽ എഴുതുന്നതിന് പകരം ചാറ്റ് ബോക്സിൽ എഴുതുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഓക്കെ. സ്ട്രെസ് ഡിക്രീസസ് പെർഫോമൻസ് ലെവൽ. യെസ് എന്നാണ് അധിക ആളുകൾ നൽകിയിരിക്കുന്ന ഉത്തരം. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ, യഥാർത്ഥത്തിൽ സ്ട്രെസ് പെർഫോമൻസ് ലെവൽ കുറക്കുന്നുണ്ടോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം നിങ്ങളൊരു അത്ലീറ്റിന്റെ കാര്യം എടുക്കുക.
ഒരു അത്ലീറ്റിന് ഏറ്റവും മികച്ച പെർഫോമൻസ് പുറത്തെടുക്കണമെങ്കിൽ there should be certain amount of stress. ഒട്ടും സ്ട്രെസ്ഡ് അല്ലെങ്കിൽ ഒരു അത്ലീറ്റിന് തന്റെ മികച്ച പെർഫോമൻസ് പുറത്തെടുക്കുവാൻ സാധിക്കില്ല. നിങ്ങളിപ്പോ ഉസൈൻ ബോൾട്ടിന്റെ കാര്യം എടുക്കുക. ഉസൈൻ ബോൾട്ട് മൈതാനത്ത് ഓടാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഏറ്റവും മികച്ച രീതിയിൽ ഓടണമെങ്കിൽ അദ്ദേഹത്തിന് അല്പം സ്ട്രെസ് ഉണ്ടായിരിക്കണം. അയ്യോ തോറ്റു പോകുമോ എന്നുള്ള ആദ്യം ഉണ്ടായിരിക്കണം. സോ ആ ഒരു സ്ട്രെസ് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഏറ്റവും മികച്ച രീതിയിൽ ഓടാനും ഏറ്റവും മികച്ച രീതിയിൽ മെഡൽ നേടുവാനും സാധിക്കുന്നത്. ഇനി ഒരു വിദ്യാർത്ഥിയുടെ കാര്യം ചിന്തിച്ചു നോക്കൂ. ഒരു പബ്ലിക് എക്സാമിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥി. ഈ വിദ്യാർത്ഥിക്ക് ഒട്ടും സ്ട്രെസ് ഇല്ലെങ്കിൽ ആ വിദ്യാർത്ഥി ശരിക്കും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമോ? ആ വിദ്യാർത്ഥി പഠിക്കാനും റിവിഷൻ നടത്തുവാനും സമയം കണ്ടെത്തുമോ? പരീക്ഷയെ വളരെ ഈസി ആയിട്ട് എടുക്കില്ലേ? അങ്ങനെ എടുത്ത് വിജയിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. സോ സ്ട്രെസ് ആക്ച്വലി ഹെൽപ്സ് യു ടു ഇൻക്രീസ് യുവർ പെർഫോമൻസ് ലെവൽ. സോ ഇവിടെയാണ് നമ്മുടെ മനസ്സിലുള്ള ചില വിശ്വാസങ്ങളെ തിരുത്തി എഴുതേണ്ടത്. ഈ വിശ്വാസങ്ങളെ തിരുത്തി എഴുതുമ്പോൾ മാത്രമാണ് സ്ട്രെസ്സിനെ നിങ്ങളുടെ സുഹൃത്താക്കുവാൻ സാധിക്കുന്നത്. So here is the next statement. Stress is your enemy. Stress നിങ്ങളുടെ ശത്രുവാണ്. നിങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്ന ശത്രുവാണ് സ്ട്രെസ്. If you agree with this statement, please type Y in the chat box. If you don't agree with this statement, please type N. Yes. Yes. In fact, stress is not your enemy. Stress is not your enemy. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ഒരു സുഹൃത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരു സുഹൃത്ത് നമ്മെ കൈ പിടിച്ച് ഉയർത്തുന്നവനാണ്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് നമ്മെ കൈ പിടിച്ച് കരകയറ്റുന്നവനാണ് സുഹൃത്തെങ്കിൽ സ്ട്രെസ് ഈസ് അവർ ഫ്രണ്ട്. നിങ്ങളൊന്ന് നിങ്ങളുടെ ജീവിതത്തിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാകും, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയങ്ങൾ ലഭിച്ചത്, ഏറ്റവും വലിയ സന്തോഷം ലഭിച്ചത്, ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും ഏറ്റവും വലിയ പരിവർത്തനം സംഭവിച്ചത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സിലൂടെ ഡിഫിക്കൽട്ടിയിലൂടെ കടന്നുപോയ ഒരു അവസരത്തിന് ശേഷമായിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു സമയം കടന്നു പോയതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾ യഥാർത്ഥത്തിലുള്ള നിങ്ങളായി മാറിയത്. നിങ്ങളുടെ ബിസിനസ്സിലും ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ വലിയൊരു മാറ്റം ഉണ്ടായത്, വലിയ വിജയം നേടിയത്. അതിന് കാരണം ഇങ്ങനെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് അറിയാതെ മനസ്സിൽ ഒരു വാശി വരും. ഐ വാണ്ട് ടു ഓവർകം, ഐ വിൽ ഓവർകം എന്നുള്ളൊരു വാശി. ആ വാശി വരുമ്പോ ഈ സ്ട്രെസ് നിങ്ങളെ കൈപിടിച്ചുയർത്തുന്നു ടു ദി നെക്സ്റ്റ് ലെവൽ. സോ നോ ഡൗട്ട് സ്ട്രെസ് ഈസ് അവർ ഫ്രണ്ട്. Here is the third statement for you. Stress affects your mind only. Stress affects your mind only. നിങ്ങളുടെ മനസ്സിനെ മാത്രമാണ് സ്ട്രെസ് ബാധിക്കുന്നത്. If you think that this statement is correct, please type Y, else type N in the chat box. Yes, I'm getting different answers. Yes. സുഗതൻ സാർ ടൈപ്പ് ചെയ്തിരിക്കുന്നത് നോ എന്നാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ നൽകിയിരിക്കുന്ന ഉത്തരവും നോ എന്ന് തന്നെയാണ്. That's right. സ്ട്രെസ് ബാധിക്കുന്നത് മനസ്സിനെ മാത്രമല്ല എന്നതാണ് യാഥാർത്ഥ്യം. സ്ട്രെസ് മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു അസുഖമാണ് എന്നതാണ് യാഥാർത്ഥ്യം. എപ്പോൾ എന്ന് വെച്ചാൽ ഒരു നിശ്ചിത പരിധിയിലേറെ കൂട്ടിക്കഴിഞ്ഞാൽ സ്ട്രെസ് എനിമിയാവുന്നു. ഒപ്റ്റിമം എമൗണ്ട് ഓഫ് സ്ട്രെസ് ഇസ് നീഡഡ് ഫോർ യു ആൻഡ് ദാറ്റ് ഈസ് യുവർ ഫ്രണ്ട്. പക്ഷെ ആ ഒരു പീക്ക് കഴിഞ്ഞാൽ then it affects both your body and mind. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം,
നല്ല സ്ട്രെസ് ഉള്ള സമയത്ത് നിങ്ങൾക്ക് ഒരു പക്ഷെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ശരീരത്തിന്റെ ഭാരം കുറഞ്ഞിട്ടുണ്ടാവും, BP കൂടിയിട്ടുണ്ടാവും. ഒരു സ്റ്റഡി പറയുന്നത് ആളുകൾക്ക് വരുന്ന അസുഖങ്ങളിൽ 80% സൈക്കോസൊമാറ്റിക് ഡിസീസസ് ആണ് എന്നാണ്. അപ്പോൾ എന്താണ് ഈ സൈക്കോസൊമാറ്റിക് ഡിസീസസ്? മാനസികമായ കാരണം കൊണ്ടുവരുന്ന ശാരീരികമായ അസുഖമാണ് സൈക്കോസൊമാറ്റിക് ഡിസീസ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അനാവശ്യമായി ആദ്യ പുലർത്തുന്ന ചിന്തകൾ വെച്ച് പുലർത്തുമ്പോൾ അത് അസുഖങ്ങളായിട്ട് വരെ മാറുന്നു എന്നർത്ഥം. സോ ഞാൻ നിങ്ങളോട് പറഞ്ഞു, സ്ട്രെസ്സിനെ നമുക്ക് സുഹൃത്താക്കാം. സ്ട്രെസ് നമ്മുടെ ഫ്രണ്ട് തന്നെയാണ്. അത് ഏത് തരത്തിലാണെന്ന് വെച്ചാൽ യു സ്ട്രെസ് ഇസ് യുവർ ഫ്രണ്ട്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ ഒരു ബെൽ കർവ് കാണാം അല്ലെ? ഇതിൽ നിങ്ങൾ ആദ്യം കാണുന്നതാണ് യു സ്ട്രെസ്. നിങ്ങൾക്ക് കാണാം Y ആക്സിസിൽ പെർഫോമൻസ് ലെവൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പെർഫോമൻസ് ഏറ്റവും മികച്ച രൂപത്തിൽ എത്തുന്നത് യഥാർത്ഥത്തിൽ ഈ സ്ട്രെസ് ഒരു ഒപ്റ്റിമൽ ലെവലിൽ എത്തുമ്പോഴാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, സ്ട്രെസ് ഒരു ഒപ്റ്റിമൽ ലെവലിൽ എത്തുമ്പോഴാണ് പെർഫോമൻസ് പീക്ക് ആവുന്നത്. സോ ഈ യു സ്ട്രെസ് എന്നത് ആവശ്യമാണ്. അതാണ് നേരത്തെ പറഞ്ഞ ഉസൈൻ ബോൾട്ടിന്റെ സ്ട്രെസ്. അതാണ് നേരത്തെ പറഞ്ഞ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥിയുടെ സ്ട്രെസ്. പക്ഷേ യു സ്ട്രെസിന്റെ പരിധിക്ക് ശേഷമുള്ള സ്ട്രെസ്, ദാറ്റ് ഈസ് ഡിസ്ട്രെസ്. ഇതാണ് അപകടകരമായ സ്ട്രെസ്. ഈ ഡിസ്ട്രെസ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസിനെ, ആരോഗ്യത്തെ എല്ലാം അത് ബാധിക്കും എന്നറിയുക. അപ്പോൾ ഈ ഡിസ്ട്രെസിനെ ഇല്ലാതാക്കി യു സ്ട്രെസിനെ നമ്മുടെ സുഹൃത്താക്കാൻ എങ്ങനെ സാധിക്കും? സോ വി വിൽ ലേൺ ഇറ്റ്. സോ അതിന് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് എന്താണ് സ്ട്രെസ് എന്ന് മനസ്സിലാക്കുകയാണ്. ഏതൊരു കാര്യത്തെയും കൈകാര്യം ചെയ്യണമെങ്കിൽ എന്തിനെയാണ് നാം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കണം. സോ വാട്ട് ഈസ് സ്ട്രെസ്? എന്താണ് മാനസിക സമ്മർദ്ദം? ഇത് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതാണോ അല്ലയോ? സ്ട്രെസ് എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ നമ്മൾ ഒരുപാട് വർഷങ്ങൾ, ലക്ഷക്കണക്കിന് വർഷങ്ങൾ പിന്നിലോട്ട് സഞ്ചരിക്കേണ്ടി വരും. ആദിമ മനുഷ്യന്റെ കാര്യം എടുക്കുക. ആദിമ മനുഷ്യൻ അന്ന് ഉപജീവനത്തിനായി കാട്ടിലിറങ്ങുമ്പോൾ, അന്ന് ഭക്ഷണത്തിനായിട്ട് മൃഗങ്ങളെ വേട്ടയാടുക എന്നുള്ളത് തന്നെയായിരുന്നുവല്ലോ മാർഗം. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് വഴിയിൽ ഒരു സിംഹത്തെ കണ്ടു എന്ന് കരുതുക. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ മുന്നിലുള്ളത് 2 ഓപ്ഷനുകളാണ്, ഐദർ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഒന്നുകിൽ ആ സിംഹത്തെ ആയുധം ഉപയോഗിച്ച് എതിർത്ത് തോൽപ്പിച്ച് രക്ഷപ്പെടുക, ഇനി അഥവാ അതിനെ നേരിടുവാൻ പറ്റിയ അവസ്ഥയിലല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പരമാവധി വേഗത്തിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. So these are the only options in front of a man who is in danger. ഇത് ആദിമ മനുഷ്യന്റെ കാലത്തെ ഇങ്ങനെയാണ്. സോ ഈ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ആണ് സ്ട്രെസ്സിന്റെ അടിസ്ഥാനം എന്ന് പറയാം. ഫൈറ്റ് ചെയ്യണമെങ്കിലും ഇനി ഓടി രക്ഷപ്പെടണമെങ്കിൽ ഫ്ലൈറ്റ് ചെയ്യണമെങ്കിലും ശരീരവും മനസ്സും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ടതുണ്ട്. സോ അതിനു വേണ്ടിയിട്ട് എന്ത് വേണം? ഹൃദയമിടിപ്പ് ഒന്ന് കൂടണം, ബ്രീത്തിങ് റേറ്റ് ഒന്ന് കൂടണം, അതോടൊപ്പം മാനസികമായിട്ട് ഉള്ള നമ്മുടെ സെൻസിറ്റിവിറ്റി കൂടണം, എനർജി കൂടണം, അതിനാവശ്യമായിട്ടുള്ള ഹോർമോണൽ ചേഞ്ചസ് ബോഡിയിൽ ഉണ്ടാവണം. ഈ ചേഞ്ച് തന്നെയാണ് യഥാർത്ഥത്തിൽ സ്ട്രെസ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് ആവശ്യമാണ് എന്നറിയുക. ഈ ആദിമ മനുഷ്യൻ അന്ന് കാട്ടിലോട്ട് ഇറങ്ങുമ്പോ മുന്നിൽ ഒരു സിംഹത്തെ കാണുന്ന അതേ അവസ്ഥയാണ് ഇന്ന് നാം പ്രതീക്ഷിക്കാത്ത ഒരു ലോസ് ബിസിനസ്സിൽ വരുമ്പോൾ സംഭവിക്കുന്നത്. അതല്ലെങ്കിൽ ഇന്ന് പരീക്ഷയെ പേടിയുള്ള ഒരു കുട്ടി പരീക്ഷ അയ്യോ എന്ന് ഓർക്കുമ്പോൾ മനസ്സിൽ വരുന്നത് ഈ ആദിമ മനുഷ്യൻ കണ്ട സിംഹത്തിന്റെ രൂപം തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം.
സോ ഈ ഒരു ഹോർമോണൽ ചേഞ്ചസ് നമുക്ക് ആവശ്യമാണ് എന്ന് തിരിച്ചറിയുക. സോ ഇറ്റ്സ് നീഡഡ്. സോ ഇവിടെ സംഭവിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ചില ഹോർമോണുകൾ ഉണ്ട്. അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, കോർട്ടിസോൾ തുടങ്ങിയ ഹോർമോണുകൾ. ഈ ഹോർമോണുകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ബ്രീത്തിങ് റേറ്റ് കൂട്ടാനും എനർജി ലെവൽ കൂട്ടാനും ശ്രദ്ധ കൂട്ടാനും എനർജി കൂട്ടാനും ഒക്കെ സഹായിക്കുന്നത്. സോ ഈ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കൂടുന്നു. ഇത്രയേ ഉള്ളൂ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. ഈ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കൂടുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒരു പരിധി വിട്ട് കൂടിക്കഴിഞ്ഞാൽ, അതിന്റെ ഒപ്റ്റിമം ലെവലും വിട്ടുപോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. സോ അതുകൊണ്ട് നമ്മൾ അതിനെ നിയന്ത്രിക്കുവാനാണ് പഠിക്കേണ്ടത്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, സ്ട്രെസ് അടിക്കുക എന്ന് വെച്ച ഒരു പ്രശ്നമുള്ള കാര്യമല്ല. മനുഷ്യരാണെങ്കിൽ സ്ട്രെസ് ഉണ്ടാവും. ചില അവസരങ്ങളിലൊക്കെ മാനസിക സമ്മർദ്ദം എല്ലാവർക്കും ഉണ്ടാവും. അത് 1-2 ദിവസം ഉണ്ടായി എന്ന് വെച്ച് പ്രശ്നമില്ല. പക്ഷേ അത് ആഴ്ചകളും മാസങ്ങളുമായിട്ട് അങ്ങനെ കൊണ്ടു നടന്നാൽ അതിന്റെ എഫക്ട്സ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. സോ എന്തൊക്കെയാണ് സ്ട്രെസ്സിന്റെ സോഴ്സുകൾ? നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഉത്തരങ്ങൾ ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോളൂ. ഏതൊക്കെ സോഴ്സുകളിൽ നിന്ന് നമുക്ക് സ്ട്രെസ് ഉണ്ടാവാം? പ്ലീസ് ടൈപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ്. നമ്മുടെ ജോലി സ്ഥലത്ത് ഉള്ള അനുഭവങ്ങളിൽ നിന്നുണ്ടാവാം, അതൊന്നാണ്. പിന്നെ മറ്റൊന്ന് എന്താണ്? യെസ്, കമോൺ, ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. വിവിധ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഒരു പരീക്ഷ, അല്ലെ? ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ചില അവസ്ഥകൾ സ്ട്രെസ്സിന് കാരണമായേക്കാം. ഫാമിലി ഇഷ്യൂസ് ഇതിന് കാരണമാവില്ലേ? യെസ്. ഇതുപോലെ മറ്റെന്തൊക്കെ സോഴ്സുകൾ ഉണ്ട്? യെസ്, ഡിസൈർ, നമ്മുടെ അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ ചിലപ്പോൾ സ്ട്രെസ്സിന് കാരണമാവും. ചില കാര്യങ്ങൾ, അത് വളരെ ശരിയായ ഉത്തരമാണ്. പിന്നെ മറ്റെന്തൊക്കെയാണ്? ടൈപ്പ് ചെയ്തോളൂ. മറ്റെന്തൊക്കെ കാരണങ്ങൾ, മറ്റെന്തൊക്കെ സോഴ്സുകൾ സ്ട്രെസ്സിന് ഉണ്ട്? ലവ് അഫെയർ, യെസ്, വളരെ ശരിയായ ഉത്തരമാണ്. ഇപ്പോ കൗമാരക്കാരൊക്കെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാവുമ്പോൾ തന്നെയാണ്. വളരെ യാഥാർത്ഥ്യമാണ്. സോ ഇങ്ങനെ വിവിധ സോഴ്സുകൾ. അതോടൊപ്പം ആൽക്കഹോൾ, ഡ്രഗ്സ്, ഇതൊക്കെ യഥാർത്ഥത്തിൽ സ്ട്രെസ്സിന്റെ സോഴ്സസ് ആണ്. ഇത് പലപ്പോഴും പലരും പറയാറ് ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് സ്ട്രെസ്സിന് രക്ഷ കിട്ടാനാണ് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അത് ആ ഒരു സമയത്തെ താൽക്കാലിക റിലീഫ് ഒഴിച്ചു നിർത്തിയാൽ ഇറ്റ്സ് എ സ്ട്രെസ്സർ. സ്ട്രെസ്സിന് കാരണമാവുന്ന ഒരു ഘടകം തന്നെയാണ് ആൽക്കഹോൾ, ഡ്രഗ്സ് എക്സെട്ര. സോ ഇപ്പൊ സ്ട്രെസ് എന്താണ് എന്ന് മനസ്സിലാക്കി അല്ലേ? സോ ദിസ് ഈസ് ദ നമ്പർ 1 സ്റ്റെപ്പ് ടു ബിഫ്രണ്ട് സ്ട്രെസ്. സോ ദ നമ്പർ 1 സ്റ്റെപ്പ് ഈസ് stress, understand it. So now let's move to the next step. That is, mind your stress. Stress ഉണ്ട് എന്ന് അംഗീകരിക്കുക. മനുഷ്യനാണ്, മാനസിക സമ്മർദ്ദമൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ എനിക്ക് സ്ട്രെസ് ഇല്ല, ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞ് നടന്നാൽ അതിന്റെ റിസൾട്ട് ശരീരം കാണിക്കുന്നത് പിന്നീടായിരിക്കും. പല അസുഖങ്ങളുടെയും രൂപത്തിലായിരിക്കും. നിങ്ങളുടെ ബിഹേവിയറൽ ചേഞ്ചസ് ആയിട്ടായിരിക്കും. സോ മൈൻഡ് യുവർ സ്ട്രെസ്. സ്ട്രെസ് ഉണ്ട് എന്ന് ആക്സെപ്റ്റ് ചെയ്യുക. എന്താ പ്രശ്നം? അത് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അതിനനുസരിച്ച് ലൈഫിനെ റീഡിഫൈൻ ചെയ്യാൻ പറ്റൂ. സോ മൈൻഡ് യുവർ സ്ട്രെസ്. ഉണ്ടെങ്കിൽ അത് അതിജീവിക്കുവാൻ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് കൃത്യമായി ചിന്തിച്ച് റീഡിസൈൻ ചെയ്യണം. നമ്മുടെ ചില കാര്യങ്ങളിൽ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ലൈഫ് വിൽ ബിക്കം സൂപ്പർ ഈസി. സോ ഹൗ ടു കോപ്പ് വിത്ത് സ്ട്രെസ്? ഇങ്ങനെ സ്ട്രെസ് ഉണ്ട് എന്ന് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള അടുത്ത പ്രശ്നം ഈ സ്ട്രെസ്സിനെ എങ്ങനെയൊക്കെ അതിജീവിക്കാം എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന മാർഗങ്ങൾ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ ഒന്ന് ചർച്ച ചെയ്യാം. ഒന്ന് ഫിസിക്കൽ എക്സസൈസ് തന്നെയാണ്. നല്ല സ്ട്രെസ് ഉള്ള ഒരാള് അല്പദൂരം ഒന്ന് ഓടിക്കഴിഞ്ഞാൽ തന്നെ സ്ട്രെസ് കുറയും. ഇപ്പോ കളികളിൽ ഏർപ്പെടുന്നത്, എക്സസൈസ്, ഇതെല്ലാം സ്ട്രെസ്സിനെ കുറയ്ക്കുന്ന ഘടകങ്ങളാണ്. പിന്നെ ബ്രീത്ത് കൺട്രോൾ, മെഡിറ്റേഷൻ ഒക്കെ പലരും ഇപ്പൊ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർ അത് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടാവും. ബ്രീത്ത് കൺട്രോളും മെഡിറ്റേഷനും ഇത് രണ്ടും മനസ്സിനെ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലോട്ട് കൊണ്ടുവരുന്നു.
ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇതിനുള്ള ഒരു സിമ്പിൾ ടിപ്പ് മാത്രം ഇപ്പൊ തരാം. ഒന്ന് 1 2 3 എന്ന് എണ്ണുന്ന സമയം കൊണ്ട് ഇൻഹെയിൽ ചെയ്യുക. എന്നിട്ട് 1 2 3 4 5 6 ഇത്രയും എണ്ണുന്ന സമയം ആ ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് 1 മുതൽ 12 വരെ എണ്ണുന്ന സമയം ഉപയോഗിച്ച് പതുക്കെ സ്ലോ ആയിട്ട് ആ ബ്രീത്ത് എക്സേൽ ചെയ്യുക. ഇത് അല്പസമയം ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയങ്ങളിൽ മനസ്സിന് ഒരു ശാന്തി കിട്ടും, സമാധാനം കിട്ടും. കാരണം ഒരുപാട് ഓക്സിജൻ നമ്മുടെ ശരീരത്തിലോട്ട് സപ്ലൈ ചെയ്യാണ്. ഈ ഓക്സിജൻ നമ്മെ റിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു ടൂളാണ് വിഷ്വലൈസേഷൻ. മനസ്സിൽ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ കാണുക. ഇതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യമുണ്ടാകുമല്ലോ. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ വലിയ, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു ലക്ഷ്യം നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ട്രെയിനർ ആണെങ്കിൽ ഒരു പക്ഷേ 10,000-കണക്കിന് ആളുകൾക്ക് ഒരുമിച്ച് ട്രെയിനിങ് എടുക്കുന്ന ഒരു ചിത്രമാവാം അത്. ഇങ്ങനെയുള്ള നിങ്ങളുടെ മനസ്സിന് ഏറെ സന്തോഷം നൽകുന്ന നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു എന്നുള്ള രൂപത്തിൽ അതിനെ മനസ്സിൽ ഇങ്ങനെ ചിത്രമായിട്ട് കാണുക. വളരെ ലൈവായിട്ട് വേണം ആ ചിത്രത്തെ കാണാൻ. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രൂപത്തിൽ ആ ഒരു ഫീലിങ്ങോടെ, ആ ഒരു സന്തോഷം അനുഭവിച്ചുകൊണ്ട് മനസ്സിൽ ഇങ്ങനെ ലൈവായിട്ട് കാണണം. ആ സമയത്ത് ഇങ്ങനെ ഫീൽ ചെയ്യണം, നമ്മൾ അന്ന് കേൾക്കുന്ന ശബ്ദങ്ങൾ, അന്ന് അനുഭവിക്കുന്ന സ്പർശനങ്ങൾ, ഇതെല്ലാം നടക്കുന്നതായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്ത് കാണുക. ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ മനസ്സ് നമ്മെ ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിന്ന് ശ്രദ്ധയെ മാറ്റിപ്പിടിച്ച് ഫോക്കസ് ലക്ഷ്യത്തിലോട്ട് മാറ്റും. എപ്പോൾ നിങ്ങളുടെ ഫോക്കസ് ഗോളിലാകുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ സ്ട്രെസ് യൂസ്ട്രെസ് ആയി മാറുന്നു. സോ ഡിസ്ട്രെസ്സിനെ യൂസ്ട്രെസ് ആക്കുവാനുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് വിഷ്വലൈസേഷൻ. ഈ വിഷ്വലൈസേഷൻ ടെക്നിക് നിങ്ങൾക്ക് അല്പം കൂടി എഫക്റ്റീവായിട്ട് ചെയ്യണമെങ്കിൽ അതിനെ ഒരു സെൽഫ് ഹിപ്നോസിസ് സ്റ്റേറ്റിൽ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്നതാണ്. സെൽഫ് ഹിപ്നോസിസ് സ്റ്റേറ്റ് ഇറ്റ്സ് സംവാട്ട് സിമിലർ ടു മെഡിറ്റേഷൻ. സെൽഫ് ഹിപ്നോസിസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ഒരിക്കൽ സംസാരിക്കാം. സോ വിഷ്വലൈസേഷൻ എപ്പോഴും അതിന്റെ എഫക്റ്റീവ്നെസ് 10 ടൈംസ് ആവും സെൽഫ് ഹിപ്നോസിസ് സ്റ്റേറ്റിലാണ് ചെയ്യുന്നതെങ്കിൽ. സോ മറ്റൊരു ടെക്നിക്, think about happy events in the past. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഏറ്റവും സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന നിമിഷങ്ങളെ മനസ്സിലോട്ട് കൊണ്ടുവരിക. മനുഷ്യരാണ്, പലപ്പോഴും സ്ട്രെസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് പുഞ്ചിരി നൽകിയ ഒരുപാട് നല്ല നിമിഷങ്ങൾ ഉണ്ടാവില്ലേ? ഒരുപക്ഷെ ഫാമിലിയൊത്ത് ടൂർ പോയിട്ടുള്ള നിമിഷമാവാം അത്, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു അവാർഡ് കിട്ടിയ നിമിഷമാവാം അത്, അതും അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത പങ്കാളിയോടൊപ്പം ചെലവഴിച്ച ചില നല്ല നിമിഷങ്ങളാവാം. ഇങ്ങനെയുള്ള നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ച ചില ചിത്രങ്ങൾ ഉണ്ടാവും അല്ലെ? ഈ ചിത്രങ്ങളെ തെളിമയോടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ ബ്രൈറ്റ് ആയിട്ട്, ലാർജായിട്ട് ആ ചിത്രങ്ങൾ ഇങ്ങനെ കാണുക. ഇതിന്റെ എഫക്റ്റീവ്നെസ് നിങ്ങൾക്ക് കൂട്ടുവാനായിട്ട് ചെയ്യാവുന്നത് എപ്പോഴും ഒരേ ചിത്രത്തെ തന്നെ മനസ്സിലോട്ട് കൊണ്ടുവരിക. അതായത് നിങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരു ചിത്രം അത് മനസ്സിൽ കൊണ്ടുവരിക. ആ ചിത്രം തന്നെ റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ കൊണ്ടുവരിക. അപ്പൊ നമ്മുടെ മനസ്സൊന്ന് പ്രോഗ്രാംഡ് ആവും. ആ ചിത്രം കാണുമ്പോൾ മനസ്സ് റിലീവ്ഡ് ആവണം. ഇത് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോർട്ടിസോൾ, അഡ്രിനാലിൻ തുടങ്ങിയ ഹോർമോണുകളുടെ പ്രൊഡക്ഷൻ ശരീരം കുറക്കും. മറ്റൊന്ന്, ചേഞ്ചിങ് ദ തോട്ട് ഫോഴ്സ്ഫുള്ളി. ഈ സ്ട്രെസ്ഫുൾ തോട്ട് മനസ്സിൽ ഉണ്ടായി എന്ന് വെച്ച് പ്രശ്നമില്ല. നിങ്ങളുടെ പെർഫോമൻസ് കൂട്ടാനേ അത് സഹായിക്കൂ. പക്ഷേ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ അമിതമായിട്ട് ഇതേക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പ്രശ്നമാണ്.
ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മാസത്തിലേറെ കാലമായി ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഇപ്പൊ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ഒരു വ്യക്തിക്ക് സ്വാഭാവികമായി തന്നെ ഒരു സ്ട്രെസ് ഉണ്ടാവും. എന്ന് വെച്ച് 24 മണിക്കൂറും അതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെ മാത്രമല്ല ആരോഗ്യത്തെ ബാധിക്കും, കുടുംബജീവിതത്തെ ബാധിക്കും, സന്തോഷത്തെ ബാധിക്കും, പെരുമാറ്റത്തെ ബാധിക്കും. അപ്പോൾ പിന്നെ എങ്ങനെ ഇതിൽ നിന്ന് അതിജീവിക്കാൻ പറ്റും? മാർഗമുണ്ട്. അതിനായിട്ട് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. 24 മണിക്കൂറും ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഒരുക്കമല്ല എന്നങ്ങ് തീരുമാനിക്കുക. എന്നിട്ട് ഒരു ദിവസത്തിൽ വറി വിൻഡോ എന്നുള്ള പേരിൽ ഒരു സമയത്തെ നിശ്ചയിക്കുക. വറി വിൻഡോ. ഈ വറി വിൻഡോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള എല്ലാ സ്ട്രെസ്ഫുൾ തോട്ടും ചിന്തിക്കാനുള്ള സമയം. അത് ഫോർ എക്സാമ്പിൾ അത് നിങ്ങൾക്ക് വൈകുന്നേരം 7 മണി മുതൽ 7:30 വരെ എന്റെ വറി വിൻഡോ ആണ്. അതല്ലെങ്കിൽ രാത്രി 9 മുതൽ 9:15 വരെ എന്റെ വറി വിൻഡോ ആണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. ഈ വറി വിൻഡോയിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന എല്ലാ ചിന്തകളും നിങ്ങൾക്ക് അപ്പൊ ചിന്തിക്കാം. അയ്യോ കോവിഡ് ആണല്ലോ, ഇതിവിടെ ആകെ പരക്കുമോ, ആകെ പ്രശ്നമാകുമോ, ഇത്തരത്തിലുള്ള എല്ലാ വറിയിങ് തോട്ടും ഈ വറി വിൻഡോയുടെ സമയത്ത് മാത്രമേ ചിന്തിക്കാവൂ. ഇങ്ങനെ ഒരു വറി വിൻഡോ ഫിക്സ് ചെയ്താൽ അതുകൊണ്ടുള്ള ഒരു ഗുണം, അതല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് ചിന്ത വരികയാണ് എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനോട് പറയാം, സ്റ്റോപ്പ്, ഇപ്പോഴല്ല ഇത് ചിന്തിക്കുവാനുള്ള സമയം. നിന്റെ വറി വിൻഡോയുടെ സമയത്ത് നീ ഇതിനെക്കുറിച്ച് ചിന്തിച്ചോളൂ. സോ മനസ്സിലൊരു ട്രാഫിക് ലൈറ്റ് പോലെ ഇങ്ങനെ കണ്ടാൽ മതി. ഒരു നെഗറ്റീവ് തോട്ട്, സ്ട്രെസ്ഫുൾ തോട്ട് വറി വിൻഡോയുടെ സമയത്തല്ലാതെ ആണ് നിങ്ങൾക്ക് വന്നതെങ്കിൽ മനസ്സിലൊരു റെഡ് ലൈറ്റ് തെളിയട്ടെ, അതല്ലെങ്കിൽ ഒരു പച്ച ലൈറ്റ് തെളിയട്ടെ, മുന്നോട്ട് പോട്ടെ. ഇനി സ്ട്രെസ്ഫുൾ തോട്ട് വന്നു, നിങ്ങളിപ്പോ റെഡ് ലൈറ്റ് കാണിച്ചു മനസ്സിൽ, ആ തോട്ടിനെ നിങ്ങൾ വറി വിൻഡോയിലോട്ട് മാറ്റി. ഇനി ബാക്കിയുള്ള കൺസ്ട്രക്റ്റീവ് തോട്ട്സ് മുന്നോട്ട് പോണ്ടേ, അതിനായിട്ട് മനസ്സിൽ ഒരു ഗ്രീൻ ലൈറ്റ് വിഷ്വലൈസ് ചെയ്തോളൂ. തോട്ട്സ് മുന്നോട്ട് പോട്ടെ, ജീവിതവും മുന്നോട്ട് പോട്ടെ. 24 മണിക്കൂറും ഒരേ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചത് കൊണ്ട് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്ന് തിരിച്ചറിയുക. സോ നിങ്ങൾ ഈ വറി വിൻഡോ എന്നുള്ള ആശയം സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഐ ആം റെഡി എന്ന ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോളൂ. ഐ ആം റെഡി. വറി വിൻഡോ എന്നുള്ള ആശയത്തെ നിങ്ങൾ പ്രാവർത്തികമാക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ കൂടുതൽ ശക്തിമത്താക്കാൻ തയ്യാറാണെങ്കിൽ, പ്ലീസ് ടൈപ്പ് വറി ഐ ആം റെഡി ഇൻ ദ ചാറ്റ് ബോക്സ്. ഐ ആം റെഡി. യെസ്, come on, very good, very good, very good. Please type. Yes, I'm very happy that you are ready to accept this trait in your life. So മറ്റൊന്ന്, changing the perspective. Changing the perspective. നോക്കിക്കാണുന്ന വീക്ഷണകോൺ മാറ്റുക. അതായത് നിങ്ങൾക്ക് സ്ട്രെസ്സിന് കാരണമായത് ഒരു പക്ഷേ നിങ്ങളുടെ സുഹൃത്തിന്റെ പെരുമാറ്റമാവാം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് സുഹൃത്ത് അങ്ങനെ പെരുമാറി എന്ന് ഒരു നിമിഷം സുഹൃത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഇന്ന ചില കാരണങ്ങൾ അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ പെരുമാറിയത്. ഇറ്റ് ഡസന്റ് മാറ്റർ, ഹി ഈസ് സ്റ്റിൽ മൈ ഫ്രണ്ട്. ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും. നമ്മൾ ആ ഷൂ എന്ന് മാറുക. ചിലപ്പോ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ആ ഒരു കാഠിന്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ പെരുമാറ്റത്തിൽ ചില പ്രശ്നങ്ങൾ വരുന്നത്. സോ ഒരു എംപതി ഉള്ള, ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലൂടെയും സ്ട്രെസ്സിനെ നേരിടാം. ഇനി നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യം പറഞ്ഞുതരാം. ഏത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലും എങ്ങനെ ഉറങ്ങാം. ഹൗ ടു fall asleep in 2 minutes according to the US Navy. ഇത് US നേവിയിലെ സൈനികർക്ക് കൊടുക്കുന്ന പരിശീലനത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അവർക്ക് ഏത് യുദ്ധത്തിനിടയിലും ഏത് പ്രശ്നത്തിനിടയിലും എങ്ങനെ സന്തോഷപ്രദമായി സമാധാനത്തോടെ 2 മിനിറ്റിനകം ഉറങ്ങാം എന്നുള്ള ടെക്നിക്ക്.
ഇത് വേറൊരു കാര്യമുണ്ട്. ഇത് പറയുമ്പോ ചിലര് 2 സെക്കൻഡ് കൊണ്ട് ഉറങ്ങുന്നവരുണ്ട്. അവർക്കത് ബാധകല്ല കേട്ടോ. ഇത് ഞാൻ ടെക്നിക്ക് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇത് ഒരു ശീലമായിട്ട് വരേണ്ടതാണ്. ഞാൻ ഈ പറയുന്ന ടെക്നിക്ക് ഒരു ശീലമായിട്ട് വരേണ്ടതാണ്. അതിനർത്ഥം ചുരുങ്ങിയത് 21 ദിവസമെങ്കിലും ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ അടുത്ത ദിവസം മുതൽ നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ആദ്യത്തെ 21 ദിവസം ഈ 2 മിനിറ്റ് എന്നുള്ളത് ഒരല്പം കൂടുതൽ എടുത്തേക്കാം എന്നർത്ഥം. ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് US നേവിയിലെ ആളുകൾ ഏത് സ്ഥലത്ത്, ബെഡൊന്നും വേണ്ട, അവര് ഒരു ഷിപ്പിലുള്ള ഒരു ഇടനാഴിയാണെങ്കിൽ ആ ഇടനാഴിയിൽ കിടക്കും. ഇനി ഒരു പാറപ്പുറത്ത് കിടന്ന് ഉറങ്ങണമെങ്കിൽ അങ്ങനെ ഉറങ്ങും. ഈ ടെക്നിക്ക് വളരെ സിമ്പിൾ ആണ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നിങ്ങൾ മലർന്ന് കിടക്കുക. മലർന്ന് കിടന്ന് കണ്ണടച്ചതിന് ശേഷം കണ്ണിന് ചുറ്റുമുള്ള മസിൽസ് ലൂസായിട്ട് റിലാക്സ്ഡ് ആയിട്ട് വരുന്നതായിട്ട് സങ്കല്പിക്കുക. വളരെ അയഞ്ഞ് ലൂസായിട്ട് മുഖത്തെ പേശികളും കണ്ണിന് ചുറ്റുമുള്ള പേശികളും ഇങ്ങനെ അയഞ്ഞ് വരുന്നതായിട്ട് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നല്ലൊരു ലോങ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കാം. ശേഷം നിങ്ങളുടെ 2 കൈകളും വളരെ റിലാക്സ്ഡ് ആയി ലൂസായി വരുന്നതായിട്ട് സങ്കല്പിക്കുക. ഇനി ഇത് ഇങ്ങനെ ഇപ്പൊ മെഡിറ്റേഷൻ യോഗ ഒക്കെ ചെയ്യുന്നവർക്ക് ഈ പറയുന്നത് എളുപ്പത്തിൽ ഗ്രാസ്പ് ചെയ്യാനും പറ്റും, എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് ഇതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. കയ്യിനെ വളരെ സ്ട്രോങ് ആക്കി പിടിക്കുക, വളരെ സ്ട്രോങ് ആക്കുക, എന്നിട്ട് അതിനെ വീണ്ടും ലൂസ് ആക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ വ്യത്യാസം ശരിക്കും ഫീൽ ചെയ്യും. ആ ഒരു ലൂസ് ആൻഡ് റിലാക്സ് ഫീലിംഗ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. സോ അങ്ങനെ 2 കൈകളെ ഇങ്ങനെ ലൂസാക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ അരക്ക് കീഴ്പോട്ട് ഇതുപോലെ വളരെ ലൂസ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് വരുന്നതായിട്ട് സങ്കല്പിക്കുക, വിഷ്വലൈസ് ചെയ്യുക. ഇതും വിഷ്വലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ അത്രയും ഭാഗം ആദ്യം നന്നായിട്ടൊന്ന് ടൈറ്റ് ആക്കുക, എന്നിട്ട് നന്നായി ലൂസ് ആക്കുക. ഇങ്ങനെ പതുക്കെ നിങ്ങളുടെ ശരീരം മുഴുവൻ റിലാക്സ്ഡ് ആൻഡ് ലൂസായി വരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യണം. ശേഷം മനസ്സിൽ രാത്രിയുടെ ചിത്രങ്ങൾ കൊണ്ടുവരിക. രാത്രിയിലെ നക്ഷത്രങ്ങള്, അതുപോലെ മൂൺ, ഇത്തരത്തിൽ നൈറ്റിനെ ഓർമ്മപ്പെടുത്തുന്ന ചിത്രങ്ങൾ, നിങ്ങൾ ഉറങ്ങുന്നതായിട്ടുള്ള ചിത്രങ്ങൾ മനസ്സിലോട്ട് ഇങ്ങനെ കൊണ്ടുവരിക. ഇത് പ്രാക്ടീസ് ചെയ്താൽ ഏത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലും 2 മിനിറ്റിനകം നിങ്ങൾക്ക് ഉറങ്ങാം. യു ക്യാൻ ടെസ്റ്റ് ഇറ്റ്. ഇനി പറയുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടെക്നിക്ക്. സോ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് ആദ്യം സ്ട്രെസ് എന്താണ് മനസ്സിലാക്കി, പിന്നെ സ്ട്രെസ്സിനെ അംഗീകരിക്കണം, അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളതും ചർച്ച ചെയ്തു. സോ നൗ കംസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദിസ് ട്രെയിനിങ്. we it management. we it management. ഈ ഒരു കോൺസെപ്റ്റ് TCI എന്നുള്ള സൈക്കോളജിയുടെ ശാഖയിൽ നിന്ന് എടുത്തതാണ്. ജർമ്മൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള റൂത്ത് കോൺ ആണ് ഈ രീതിയുടെ ഉപജ്ഞാതാവ്. അവര് ഇങ്ങനെ ഒരു മാർഗം സ്വീകരിക്കുന്നത് ഏത് സമയത്താണ് എന്ന് കൂടി മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം തിരിച്ചറിയുവാൻ സാധിക്കുക. ജർമ്മനിയിൽ ഹിറ്റ്ലർ ജൂതന്മാർക്ക് നേരെ നടത്തിയ വംശഹത്യ കുപ്രസിദ്ധമാണ് അല്ലെ. ആ വംശഹത്യയിൽപ്പെട്ട് പീഡനങ്ങളിൽപ്പെട്ട് മനസ്സ് മടുത്ത ആളുകൾക്കിടയിൽ അവരെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരുവാനായി അവർ ഉപയോഗിച്ച ടൂളായിരുന്നു TCI. സോ അതിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ് we it management. ഈ ടെക്നിക്ക് എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഞാനിത് ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയ ഒരു ആശയമാണ് ഇത് എന്നാണ്. സോ നിങ്ങൾക്കും ഇതിനെ ഏത് ബിസി ഷെഡ്യൂളാണ് നിങ്ങൾക്കെങ്കിലും, നിങ്ങളുടെ ബിസിനസ്, വർക്ക്, ലൈഫ്, ഫാമിലി, ഇങ്ങനെ എത്ര ബിസി ഷെഡ്യൂൾ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഹാപ്പിനെസ്, പീസ് കൊണ്ടുവരാൻ പറ്റും. ഇതിൽ എന്ന് വെച്ചാൽ ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എൻ്റെ പഠനം, എൻ്റെ സമ്പത്ത്, എൻ്റെ ജോലി, എൻ്റെ ബിസിനസ്, എൻ്റെ സന്തോഷം തുടങ്ങിയ കാര്യങ്ങൾ.
വി എന്ന് വെച്ചാൽ നാം, നമ്മൾ. അവിടെ സുഹൃത്തുക്കൾ, കുടുംബം, അതുപോലെ ടീം അംഗങ്ങൾ, ബിസിനസ് പാർട്ട്നേഴ്സ്, കസ്റ്റമേഴ്സ്, ഇവരെല്ലാം വരും വിയിൽ. ഇറ്റ് എന്നത് ആക്ടിവിറ്റീസ് ആണ്. നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റീസ്, ക്ലബിന്റെ ആക്ടിവിറ്റീസ് ആവാം, JCIയുടെ ആക്ടിവിറ്റീസ് ആവാം, നിങ്ങളുടെ വീട്ടിൽ നടത്തുന്ന എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ആവാം, അതല്ലെങ്കിൽ ഒരു ഫാമിലി ടൂർ ആവാം, എന്തുമാവാം. ബേസിക്കലി ഇതാണ് ഐ, വി ആൻഡ് ഇറ്റ്. ഇനി നിങ്ങൾക്ക് ഒരു സർക്കിൾ കാണാം അല്ലെ ഇതിന് പുറത്ത്? ദാറ്റ് ഈസ് ഗ്ലോബ്. ഗ്ലോബ് എന്നുള്ളത് യഥാർത്ഥത്തിൽ എൻവയോൺമെന്റ് ആണ്. വ്യത്യസ്തമായ എൻവയോൺമെന്റുകളിൽ ഞാനും നിങ്ങളും ജീവിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട് ഒരു എൻവയോൺമെന്റ് ആണ്, ഒരു ഗ്ലോബാണ്. ഈ വീടിനകത്ത് ഐ ഉണ്ട്, വി ഉണ്ട്, ഇറ്റ് ഉണ്ട് അല്ലെ? നിങ്ങളുടെ വീടിനകത്ത് ഐ എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ, വി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, ഇറ്റ് ഫാമിലിക്കകത്തുള്ള ആക്ടിവിറ്റീസ്. JCI ഈസ് അനദർ ഗ്ലോബ്. JCIക്ക് അകത്തുണ്ട് ഐ, വി ആൻഡ് ഇറ്റ്. നിങ്ങളുടെ സമൂഹം, നിങ്ങൾ ജീവിക്കുന്ന ഗ്രാമം, ഇത് മറ്റൊരു ഗ്ലോബാണ്. അതിനകത്തുമുണ്ട് ഐ, വി ആൻഡ് ഇറ്റ്. ഇതിനെ കൃത്യമായിട്ട് ഓരോ ഗ്ലോബിനകത്തും ഐയും വിയും ഇറ്റും ബാലൻസ് ചെയ്യാൻ സാധിച്ചാൽ then you succeed. അതായത് ഇവിടെ നമുക്ക് JCIയുടെ കാര്യം ആദ്യം എടുക്കാം. JCIയുടെ അകത്ത് ഐ ഇമ്പോർട്ടൻ്റ് ആണ്, വി ഇമ്പോർട്ടൻ്റ് ആണ്, ഇറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഐ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ, വി എന്ന് പറയുമ്പോൾ JCI എന്നുള്ള ആ ഒരു ഹോൾ ടീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇറ്റ് JCI എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്ന ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഒരാളൊരു JCIയുടെ പ്രസിഡന്റ് ആണെന്ന് വിചാരിക്കാം. പ്രസിഡന്റിന് ചെയ്യാൻ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ആ ആക്ടിവിറ്റീസ് ചെയ്യുന്നു. അതോടൊപ്പം വി എന്നുള്ള ആ ഒരു കാര്യത്തിൽ എല്ലാ JCIയുടെ പരിപാടികളിലും പങ്കെടുക്കുന്നു. ഒരൊറ്റ മീറ്റിംഗും മിസ് ചെയ്യുന്നില്ല. എല്ലാ പരിപാടികളിലും സജീവമായിട്ട് പങ്കെടുക്കുന്നു. പക്ഷേ ഇത് രണ്ടും കാരണം ഐ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന് കരുതുക. അങ്ങനെ വരികയാണെങ്കിൽ എന്ത് പറ്റും? ഐ എന്നുള്ള ആംഗിള്, ഇവിടുത്തെ ആംഗിള് നന്നായിട്ട് കുറഞ്ഞു പോകും. അതായത് സ്വന്തം കാര്യം ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇപ്പോ ഇങ്ങനെയുള്ള ഒരാൾക്ക് നാളെ ഒരു പബ്ലിക് എക്സാം ഉണ്ടെങ്കിലും അദ്ദേഹം അതിനെ കുറിച്ച് ബോധേഡായിരിക്കില്ല. ആക്ടിവിറ്റീസിലും അതോടൊപ്പം ടീമിന്റെ കാര്യത്തിലും ആയിരിക്കും ശ്രദ്ധ കൊടുക്കുന്നത്. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം, ഈ ആംഗിള്, ഈ ഐയുടെ ആംഗിള് എന്ത് പറ്റും? ഇത് നോർമലി 60 ഡിഗ്രി വരുന്നതിന് പകരം ഒരു 30 ഡിഗ്രിയോ 20 ഡിഗ്രിയോ ആയിട്ട് കുറയും. അതേസമയത്ത് ഈ ഇറ്റിന്റെ ഈ ആംഗിൾ ചിലപ്പോ ഒരു 80 90 ഉണ്ടാവും. വിയുടെ ആംഗിളും 80 90 ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ആയാൽ സ്വന്തം കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് സ്ട്രെസ് ഉണ്ടാവും ജീവിതത്തിൽ. ഗോട്ട് ഇറ്റ്? ഇനി ഇതുപോലെ ഇതിന്റെ മറ്റൊരു വശം എടുക്കുക. ഒരാൾ സ്വന്തം കാര്യം നോക്കുന്നുണ്ട്, JCIക്ക് അകത്ത് തന്നെ സ്വന്തം കാര്യം നോക്കുന്നു, എല്ലാ ആക്ടിവിറ്റികളും സജീവമായിട്ട് ചെയ്യുന്നു. പക്ഷേ ടീമിനെ അത് ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. ടീമുമായിട്ടുള്ള കൃത്യമായ ചർച്ച നടക്കുന്നില്ല, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്ന് കരുതുക. അപ്പോൾ ഐ എന്നുള്ള ആംഗിൾ കറക്റ്റ് ആയിരിക്കും, ഒരു 60 ഉണ്ടാവാം. ഇറ്റ് എന്നുള്ള ആംഗിളും വളരെ വലുതായിട്ട് 80 ഒക്കെ ഉണ്ടാവാം. പക്ഷെ വി എന്നുള്ള ആംഗിൾ കുറഞ്ഞു പോകും. ഇങ്ങനെയാവുമ്പോൾ കഷ്ടപ്പെട്ട് ഒരുപാട് വർക്ക് ചെയ്താലും അതിനുള്ള അപ്രീസിയേഷൻ ഒരു പക്ഷേ ടീം മെമ്പേഴ്സിൽ നിന്ന് കിട്ടാതെ വന്നേക്കാം. സോ നമുക്ക് വേണ്ടത് ഐയുടെ ആംഗിള് 60 ഡിഗ്രി വരണം, ഇറ്റിന്റെ ആംഗിള് 60 ഡിഗ്രി വരണം, വിയുടെ ആംഗിളും 60 ഡിഗ്രി വരണം. ഇങ്ങനെ ഇത് കൃത്യമായിട്ട് 60 എന്നുള്ള രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ ഒരു ഡൈനാമിക് ബാലൻസിങ്, ഒന്നല്പം കൂടിയാലും മറ്റേത് അല്ലെ അത് പിടിക്കാൻ പറ്റണം. ഒന്ന് കൃത്യമായിട്ട് ഒരു ഡൈനാമിക് ആയിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. ഐയും വിയും ഇറ്റും സ്വന്തം കാര്യം നോക്കണം, ടീമിന്റെ കാര്യം നോക്കണം, ആക്ടിവിറ്റീസും ശ്രദ്ധിക്കണം. In the same way, suppose your globe is your family.
ഫാമിലിയാണ് നിങ്ങളുടെ ഗ്ലോബ് എന്ന് വിചാരിക്കുക. ഈ ഫാമിലിക്കകത്ത് ഐ ഇമ്പോർട്ടന്റ് ആണ്, വി ഇമ്പോർട്ടന്റ് ആണ്, ഇറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഫാമിലിക്കകത്ത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കണ്ടേ? അതോടൊപ്പം സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതിയോ? കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ? വേണം. ചിലർക്ക് പറ്റുന്നത് മറ്റുള്ള എല്ലാവരുടെയും കാര്യം നോക്കും, സ്വന്തം കാര്യം നോക്കില്ല, സ്ട്രെസ് ഉണ്ടാവില്ലേ? ഇനി വേറെ ചിലര് ഐയും വിയും നോക്കുന്നുണ്ടാവും, പക്ഷെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റിയിലും അവരുണ്ടാവില്ല, ഒരു കല്യാണം അവരുണ്ടാവില്ല, ഒരു ഫാമിലി ടൂർ അവരുണ്ടാവില്ല. ഇങ്ങനെ സംഭവിച്ചാലും സ്ട്രെസ് ഉണ്ടാവും. സോ ഐയും വിയും ഏറ്റവും ഡൈനാമിക്കായി ബാലൻസ് ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ് എന്നർത്ഥം. ഇനി ഗ്ലോബ് നിങ്ങളുടെ സമൂഹമാണ് എന്ന് കരുതുക. നിങ്ങൾ ജീവിക്കുന്ന സിറ്റി ഓർ വില്ലേജ്. ഇങ്ങനെയാണെങ്കിൽ അവിടെയും ഇത് മൂന്നും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ ചില രാഷ്ട്രീയക്കാര് അവര് ചിലപ്പോ നാട്ടുകാർക്ക് വളരെ വേണ്ടപ്പെട്ടവരായിരിക്കും. നാട്ടില് എന്ത് പ്രശ്നം ഉണ്ടായാലും രാത്രി 12 മണിയാണെങ്കിലും 1 മണിയാണെങ്കിലും അവർ ഓടിയെത്തും. ഒരൊറ്റ ഫോൺ കോളിൽ അവർ ഓടിയെത്തും. അവരുടെ വി പാർട്ട് വളരെ വലുതായിരിക്കും. വി പാർട്ട് ഒരു 80 ഡിഗ്രി ഒക്കെ കാണും. എല്ലാ ആക്ടിവിറ്റിയിലും അവരുണ്ടാവും. സോ ഇറ്റിന്റെ ആംഗിളും വളരെ വലുതായിരിക്കും. പക്ഷേ നാട്ടുകാർക്കുള്ള ഇതേ നല്ല അഭിപ്രായം ആ വ്യക്തിയെക്കുറിച്ച് സ്വന്തം വീട്ടുകാർക്ക് ഉണ്ടാകണം എന്നില്ല. കാരണം വീട്ടിലെ ഒരു ആവശ്യത്തിന് ഒരു പക്ഷെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടാവില്ല. ഇപ്പൊ സ്വന്തം വൈഫിന് ഒരു ആവശ്യം വന്ന് ഹോസ്പിറ്റലിൽ പോകണം, അദ്ദേഹം ബിസി ആയിരിക്കും, നാട്ടുകാരുടെ കാര്യം നോക്കി ബിസി ആയിരിക്കും. അപ്പോ ഇത് കൃത്യമായിട്ട് ബാലൻസ് ചെയ്തില്ലെങ്കിൽ വലിയ സ്ട്രെസ് ഉണ്ടാവും. ബാക്കിയുള്ള മേഖലകളിൽ വിജയമായിരിക്കും, സമൂഹത്തിൽ നല്ല സ്ഥാനം ഉണ്ടാവും, പക്ഷെ വീട്ടിൽ കിട്ടണമെന്നില്ല. സോ ഐയും വിയും ഇറ്റും എല്ലാ ഗ്ലോബിലും ബാലൻസ് ചെയ്താൽ നിങ്ങളുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇതിൽ സെൻട്രലായിട്ട് വരും. അങ്ങനെ ഒരു സെൻട്രൽ പൊസിഷൻ നിങ്ങൾക്ക് നേടാൻ പറ്റിയാൽ യു വിൽ സക്സീഡ്. ഇതാ നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ, ഈ ഒരു സെന്ററിൽ വരികയാണെങ്കിൽ ഓരോ ഗ്ലോബിലും ഈ ഒരു പൊസിഷനിൽ എത്താൻ പറ്റണം. ഇപ്പൊ ഈ കഴ്സർ നിൽക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റണം. പക്ഷെ ഇതത്ര ഈസി അല്ല, ഒരിക്കലും ഇത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഡൈനാമിക് ആയിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ ഈ സെഷന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പുസ്തകത്തിൽ 3 പേജുകളിലായിട്ട് ഈ ചിത്രം പകർത്തുക. ഒന്നാമത്തെ ചിത്രത്തിൽ ഗ്ലോബ് സമം നിങ്ങളുടെ വീട് എന്ന് കൊടുക്കാം. രണ്ടാമത്തെ ചിത്രത്തിൽ അത് JCI, അതല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാവട്ടെ. മൂന്നാമത്തെ ചിത്രത്തിൽ നിങ്ങളുടെ സമൂഹമാവട്ടെ. നിങ്ങൾക്ക് ഒരു ചിത്രം കൂടി വരക്കാവുന്നതാണ്, നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടം, അതല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്. ഈ 4 ചിത്രങ്ങളിലും നിങ്ങൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ഐയും വിയും ഇറ്റും കൃത്യമായിട്ട് ബാലൻസ് ചെയ്തിട്ടാണോ നിങ്ങൾ നിൽക്കുന്നത് എന്ന് നോക്കുക. ഇവിടെ നിങ്ങൾ എല്ലാത്തിലും കൃത്യമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ സെന്റർ പോയിന്റിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഇനി അല്ല, നിങ്ങൾക്ക് തോന്നുകയാണ് ഫാമിലിയുടെ കാര്യത്തിൽ നിങ്ങൾ ഐയിലും വിയിലും ഉണ്ട്, പക്ഷെ ആക്ടിവിറ്റീസിൽ ഇല്ല, അപ്പൊ ഏകദേശം ഈ ഭാഗത്തായിട്ടായിരിക്കും നിങ്ങളുടെ പോയിന്റ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇനിയിപ്പോ JCയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ഇറ്റും വിയും നോക്കുന്നുണ്ട്, ആക്ടിവിറ്റീസിൽ ഞാനുണ്ട്, ടീമിന്റെ എല്ലാ കാര്യത്തിലും ഉണ്ട്, പക്ഷെ എനിക്ക് എന്റെയും കുടുംബത്തിന്റെയും കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ ഏതാണ്ട് ഇവിടെ ആയിരിക്കും വരിക, ഈ കഴ്സർ ഇരിക്കുന്ന ഇടത്ത്. സോ ഈ ഒരു പോയിന്റിനെ സെന്ററിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഏതൊക്കെ ഗ്ലോബുകളിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ ആ ഗ്ലോബുകളിലെല്ലാം യു ഹാവ് ടു ബാലൻസ് ഡൈനാമിക്കലി ഐ, വി ആൻഡ് ഇറ്റ്. ഈ ഡൈനാമിക് ബാലൻസിങ് ആണ് വിജയത്തിന് നിദാനം. സോ ഇപ്പോ ഐ, വി, ഇറ്റ് മാനേജ്മെന്റ് നിങ്ങൾ കൃത്യമായിട്ട് ഗ്രാസ്പ് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. സോ ഇനി ഒരുപാട് ആളുകൾ അറിയുവാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യത്തിലേക്ക് വരാം. ചിലർക്ക് തോന്നുന്നുണ്ടാവും ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ജോലിയിലാണ് ഇപ്പോൾ, അതല്ലെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കോഴ്സാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എൻ്റെ സ്ട്രെസ്സിന് അറുതിയില്ല, കാരണം എൻ്റെ മനസ്സിന് സന്തോഷം കിട്ടുന്നില്ല. ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക്
ജീവിതത്തെ സന്തോഷപ്രദമാക്കുവാനുള്ള ഒരു ട്രിക്ക്. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇതിൽ ഒരു ലെൻസിന്റെ ചിത്രം കാണുന്നുണ്ട് അല്ലേ? അതുപോലെ ഒരു ലെൻസ് എടുത്ത് നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു ഘടകം തീർച്ചയായും അതിലുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരാൾ ഒരു ക്ലർക്കായിട്ടാണ് ജോലി ചെയ്യുന്നത് എന്ന് കരുതുക. ആ വ്യക്തിക്ക് ഒരു പക്ഷേ ഈ ക്ലറിക്കൽ വർക്കുകൾ ഒന്നും ഒട്ടും ഇഷ്ടമായിരിക്കില്ല. പക്ഷേ ചിലപ്പോൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുക എന്നുള്ള കാര്യം അദ്ദേഹം ഇഷ്ടപ്പെടുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്തോ ഒരു ഘടകം ആ ജോലിയിലുണ്ട്. ആ ഘടകം എന്താണ് എന്ന് കണ്ടെത്തുക. ഇതാണ് ചെയ്യേണ്ടത്. സ്റ്റെപ്പ് നമ്പർ 1. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്, ഇതിലോട്ട് ഇപ്പൊ നിങ്ങൾ ആ ജോലിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഘടകം കണ്ടെത്തി. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യുമ്പോൾ ഏറെ സന്തോഷം അനുഭവിക്കുന്ന, നിങ്ങൾക്ക് ചെയ്യുവാൻ ഏറെ ഇഷ്ടമുള്ള ഒരു കാര്യം ഈ ജോലിയിലോട്ട് കൂട്ടിച്ചേർക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ക്ലറിക്കൽ ജോലി ഇഷ്ടമില്ലാത്ത വ്യക്തി കമ്പ്യൂട്ടർ ടൈപ്പിംഗിൽ ഇഷ്ടം കണ്ടെത്തുന്നു. അതോടൊപ്പം ഒരു പക്ഷേ അദ്ദേഹം നല്ല ആർട്ടിസ്റ്റ് ആയിരിക്കും, മനോഹരമായിട്ട് ചിത്രങ്ങൾ വരയ്ക്കാനും കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്യാനും ഇഷ്ടമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ടൈപ്പിംഗ് വർക്കുകൾ വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്യുക, മനോഹരമായിട്ട് ചിത്രങ്ങൾ വരച്ചുകൊണ്ട് ചെയ്യുക. അതോടൊപ്പം ആ സ്ഥാപനത്തിൽ എന്തെങ്കിലും ഒരു ക്യാമ്പയിനിങ് വരുമ്പോൾ അതിന് വേണ്ട പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ, മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവിടെ വെച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് അപ്രീസിയേഷൻ കിട്ടും. മനുഷ്യന്റെ സ്ട്രെസ്സിനുള്ള വലിയൊരു റീസൺ അപ്രീസിയേഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെ ഏത് ഇഷ്ടപ്പെടാത്ത സാഹചര്യത്തിലാണെങ്കിലും, ഏത് ഡിഫിക്കൽട്ട് എൻവയോൺമെന്റിലാണെങ്കിലും അതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഘടകം കണ്ടെത്തി അതിലോട്ട് നിങ്ങളെ ഏറെ പ്രചോദിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്താൽ, നിങ്ങൾ ലവ് ചെയ്യുന്ന ഒരു മേഖലയെ അതിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് പറയാം ഗുഡ് ബൈ സ്ട്രെസ് എന്ന്. സ്ട്രെസ്സിനോട് ഗുഡ് ബൈ പറയാൻ ഇത്ര എളുപ്പം. Now comes the most important skill that we need in this era. That is nothing but emotional management. ഈ ഒരു സ്കിൽ ഇല്ലാത്തത് കൊണ്ടാണ് ലോകത്ത് പല അപകടങ്ങളും നടക്കുന്നത്, ആത്മഹത്യകൾ നടക്കുന്നത്. ലോകത്ത് മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ആത്മഹത്യയാണ്. പലപ്പോഴും ഒരു താൽക്കാലിക പ്രശ്നത്തിനുള്ള സ്ഥിരമായ പരിഹാരമാണ് ആത്മഹത്യ. ആ പ്രശ്നത്തിനുള്ള യഥാർത്ഥ പരിഹാരം വരുമ്പോഴേക്ക് ആള് മരിച്ചു കഴിഞ്ഞിരിക്കും. SSLC പരീക്ഷയുടെ ഒക്കെ റിസൾട്ട് വരുന്ന സമയത്ത്, അതല്ലെങ്കിൽ ആ പരീക്ഷ നടക്കുന്ന സമയത്ത് നടക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. പത്രത്തിൽ വായിക്കുന്ന വേദനിപ്പിക്കുന്ന വാർത്തകൾ, മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിക്കില്ല എന്നുള്ള ആദ്യ കാരണം വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. അതല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള വാർത്തകൾ. എന്നിട്ട് ഒരു പക്ഷേ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഇതേ വിദ്യാർത്ഥി മുഴുവൻ വിഷയങ്ങളിലും A+മായിട്ട് വിജയിച്ചിട്ടുണ്ടാവും. ഇതോടൊപ്പം കടം കയറിയ ബിസിനസ്സുകാരൻ ആത്മഹത്യ ചെയ്തു. ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാവാറില്ലേ? ഇത് മനസ്സിനെ ഒന്ന് ശാന്തമാക്കി ഒന്ന് ശ്രമിച്ചാൽ, ആ ഒരു ടാക്ടിക്സ് ഒന്ന് മാറ്റി പിടിച്ചാൽ, ആ സ്ട്രെസ്സിനോട് ഗുഡ് ബൈ പറഞ്ഞ് ബിസിനസ് മെച്ചപ്പെടുന്ന അവസ്ഥ വരും. ഒരു പക്ഷേ ഇതേ വ്യക്തി മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മക്കൾ ഈ ബിസിനസ്സിനെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് മാറ്റിയിട്ടും ഉണ്ടാവാം. പക്ഷെ അത് കാണുവാൻ ആ വ്യക്തി അന്ന് ജീവിച്ചിരിപ്പുണ്ടാവില്ല. ഇതുകൊണ്ടാണ് വൈകാരിക നിയന്ത്രണമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും അനിവാര്യമായ അത്യന്താപേക്ഷിതമായ ഗുണം എന്ന് പറയുന്നത്. ഐക്യുവിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് ഇമോഷണൽ ക്വോഷ്യന്റ്. ഇത് മനുഷ്യനാണ്. സങ്കടം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, എല്ലാ വികാരങ്ങളും ഉണ്ടാവും. പക്ഷെ ഈ വികാരങ്ങളെ നിങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ അനുവദിക്കരുത്.
കടുത്ത ദേഷ്യമുള്ള സമയത്ത് എടുക്കുന്ന തീരുമാനം പലപ്പോഴും പിഴച്ചു പോകും. ഇതുപോലെ തന്നെയാണ് കടുത്ത സന്തോഷമുള്ളപ്പോഴായാലും കടുത്ത സങ്കടമുള്ളപ്പോഴായാലും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, പലപ്പോഴും നിങ്ങൾക്ക് ദുഃഖത്തിന് കാരണമായത് ഭയങ്കര ദേഷ്യത്തിന്റെ സമയത്ത് എടുത്ത തീരുമാനമായിരിക്കും. ദേഷ്യത്തിന്റെ സമയത്ത് ആരുടെങ്കിലും പറഞ്ഞു പോയ വാക്കായിരിക്കും നിങ്ങൾ ഒരുപാട് പിന്നീട് വേട്ടയാടിയത്. അമിതമായ സങ്കടം വന്ന സമയത്ത് നിങ്ങൾ പിച്ചു ചീന്തിയ കടലാസുകളായിരിക്കാം ഒരുപക്ഷെ വലിയ നഷ്ടം സമ്മാനിച്ചത്. ഇമോഷണൽ മാനേജ്മെന്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, എസ്പെഷ്യലി ഡ്യൂറിങ് കൊറോണ ടൈം. സമയത്ത് വികാരങ്ങൾ, ഇങ്ങനെ പല പല വികാരങ്ങൾ മനസ്സിലൂടെ കടന്നു പോകും. പ്രതീക്ഷ വേണം, തീർച്ചയായിട്ടും പ്രതീക്ഷ വേണം. നാം അതിജീവിക്കും, വി ഷാൽ ഓവർകം എന്നുള്ള പ്രതീക്ഷ വേണം, നോ ഡൗട്ട് ഇൻ ഇറ്റ്. However, at the same time, you should think the reality. ഏതാനും ചില മാറ്റങ്ങൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥക്കും നാടിനും വന്നിട്ടുണ്ട്. സോ ചില വെല്ലുവിളികളെ അതിജീവിക്കുവാനുണ്ടാകും. ആ വെല്ലുവിളികളെ നേരിടുവാൻ കൂടി ഒരുക്കമാണ് എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രതീക്ഷ കൊണ്ടേ ഗുണമുള്ളൂ. എവ്രിതിങ് വിൽ ബി ഫൈൻ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു ചാടിയത് കൊണ്ട് അമിത പ്രതീക്ഷ കൊണ്ട് കൂടി കാര്യമില്ല എന്നറിയുക. സോ ഇമോഷണൽ മാനേജ്മെന്റ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഒരിക്കൽ സോളമൻ ചക്രവർത്തി തൻ്റെ മന്ത്രിയെ വിളിച്ചിട്ട് രാജസദസ്സിൽ വെച്ച് പറഞ്ഞു, താങ്കൾ എനിക്ക് ഒരു മോതിരം നൽകണം. ഞാൻ മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അത് ധരിച്ചാൽ എനിക്ക് സമാധാനം ലഭിക്കണം, എനിക്ക് സന്തോഷം ലഭിക്കണം. എന്നാൽ അമിതമായ സന്തോഷത്തിലൂടെ, വിവേകരഹിതമായ ആഹ്ലാദത്തിലൂടെ ഞാൻ കടന്നു പോകുന്ന സമയത്താണ് ആ മോതിരം ഞാൻ ധരിക്കുന്നതെങ്കിൽ അത് എന്നെ വിവേകത്തിലേക്ക്, യാഥാർത്ഥ്യ ബോധത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. അങ്ങനെയുള്ള ഒരു മോതിരം താങ്കൾ എനിക്ക് നൽകണം. ഇതായിരുന്നു സോളമൻ രാജാവിന്റെ ആവശ്യം. മന്ത്രി ഒന്ന് ചിന്തിച്ചതിന് ശേഷം തലകുലുക്കി. ഓ ശരി, ഞാൻ എത്തിച്ചു തരാം. അങ്ങനെ ഒരു മോതിരം ഈ ലോകത്തുണ്ടെങ്കിൽ 1 മാസത്തിനകം അത് താങ്കളുടെ കയ്യിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. രാജാവ് വളരെ സന്തോഷത്തോടെ തലകുലുക്കി. പക്ഷെ ഇത് കേട്ട് ചുറ്റും ആ രാജസദസ്സിലുണ്ടായിരുന്നവരൊക്കെ പൊട്ടിച്ചിരിച്ചു. കാരണം ഇങ്ങനൊരു മോതിരം ഇല്ലല്ലോ, എങ്ങനെയാണ് പിന്നെ മന്ത്രി ഇത് കൊണ്ടു കൊടുക്കുക എന്നായിരുന്നു അവരുടെയൊക്കെ ചിന്ത. എന്നാൽ പിന്നീട് നടന്ന കാര്യം ഇങ്ങനെയായിരുന്നു. 1 മാസത്തിന് ശേഷം മന്ത്രി രാജസദസ്സിലെത്തി. എന്നിട്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു ബോക്സ്, ഒരു പെട്ടി, ഒരു സമ്മാനപ്പൊതി രാജാവിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, തിരുമേനി, ഇതാണ് താങ്കൾ ആവശ്യപ്പെട്ട മോതിരം. ഈ മോതിരം പക്ഷേ താങ്കൾ ഇപ്പോൾ തുറക്കരുത്, ഈ പെട്ടി തുറക്കരുത്, ഇപ്പോൾ ധരിക്കരുത്. വളരെ വലിയ ഒരു സമ്മർദ്ദഘട്ടത്തിലൂടെ അങ്ങ് കടന്നു പോകുന്ന സമയത്ത് ഈ മോതിരം ധരിക്കുക. എങ്കിൽ താങ്കൾക്ക് ശാന്തി ലഭിക്കും, ധൈര്യം ലഭിക്കും, സ്ഥൈര്യം ലഭിക്കും. അന്ന് മുതൽ മാത്രമേ ഈ മോതിരം ധരിക്കാവൂ. രാജാവ് ഏറ്റു, ഈ കാര്യം സമ്മതിച്ചു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. രാജാവ് തൻ്റെ പടയാളികളെയും കൊണ്ട് മറ്റൊരു രാജ്യത്ത് യുദ്ധത്തിൽ ഏർപ്പെട്ട സമയം. അവിടെ എതിരാളികൾ അതിശക്തരായിരുന്നു. അവരെല്ലാം കൂടി അതിശക്തമായിട്ട് സോളമൻ രാജാവിന്റെ സൈന്യത്തെ തുരത്തി ഓടിക്കുന്ന ഒരു ഘട്ടമെത്തി. സോളമൻ രാജാവിന്റെ ധൈര്യമൊക്കെ ആ സമയത്ത് ആകെ ചോർന്നു പോയി. രാജാവ് ചിന്തിച്ചു, അയ്യോ എന്ത് ചെയ്യും, ദിസ് ഈസ് ദ എൻഡ്. ഞാനും എൻ്റെ പടയാളികളും രാജ്യവും ഇതാ ഇവിടെ ഇല്ലാതാവാൻ പോവുകയാണ്, എല്ലാം അവസാനിക്കുകയാണ് ഇവിടെ.
ഈ ഒരു ചിന്തയിൽ വല്ലാത്ത സമ്മർദ്ദത്തിലൂടെ കടന്നുപോയ സമയത്താണ് ഇദ്ദേഹം അന്ന് മന്ത്രി നൽകിയ ആ ഒരു പൊതിയെ കുറിച്ച് ഓർത്തത്. സോളമൻ രാജാവ് ഉടൻ തന്നെ ആ സമ്മാനപ്പൊതി തുറന്നു നോക്കി. അതിനകത്ത് ആ മോതിരം ഉണ്ടായിരുന്നു. ആ മോതിരം എടുത്ത് ധരിച്ചു. മോതിരം എടുത്ത് ധരിച്ച് ആ മോതിര വിരലിലോട്ടൊന്ന് നോക്കി. രാജാവിന് പെട്ടെന്ന് എന്തെന്നില്ലാത്ത ആവേശം കിട്ടി. രാജാവ് ഓടിപ്പോകുന്ന പടയാളികളെ തിരിച്ചു വിളിച്ചുകൊണ്ട് പറഞ്ഞു, വരൂ, നമുക്ക് യുദ്ധം ചെയ്യാം, കീഴടക്കാം. പിന്നീട് നടന്നത് ഐതിഹാസികമായ ഒരു പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിൽ അവർ അതിശക്തമായി വിജയിച്ചു. അങ്ങനെ വില്ലാളി വീരന്മാരായി സോളമൻ രാജാവും പരിവാരങ്ങളും നാട്ടിലേക്ക് മടങ്ങിയെത്തി. നാട്ടിൽ അവരെ കാത്തിരുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന സ്വീകരണമായിരുന്നു. ആളുകളെല്ലാം രാജാവിന് ജയ് വിളിക്കുന്നു. ഒരുപാട് പരിവാരങ്ങൾ വരുന്നു. വലിയ ഘോഷയാത്രകൾ നടക്കുന്നു. ഈ സമയത്ത് സോളമൻ രാജാവ് ചിന്തിച്ചു, ആഹാ, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ രാജാവ്. രാജ്യങ്ങളെല്ലാം കീഴടക്കിയ, ജനലക്ഷങ്ങളെല്ലാം ജയ് വിളിക്കുന്ന രാജാവ് ഞാൻ തന്നെ. ഇങ്ങനെയുള്ള ഈ ചിന്ത മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയപ്പോ അദ്ദേഹത്തിന് മന്ത്രിയെ കുറിച്ച് ഓർമ്മ വന്നു. ആ മോതിര വിരലിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് നോക്കി. രാജാവ് ശാന്തനായി കൊട്ടാരത്തിലേക്ക് മടങ്ങി. ഈ മോതിരത്തിൽ കുറിച്ചിട്ടിരുന്നത് യഥാർത്ഥത്തിൽ 4 വാക്കുകളായിരുന്നു. ആ വാക്കുകൾ എന്താണ് എന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? പ്ലീസ് ടൈപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ്. ആ മോതിരത്തിൽ ടൈപ്പ് ചെയ്ത 4 വാക്കുകൾ അത് എന്തൊക്കെയായിരിക്കും? യെസ്, എന്തൊക്കെയായിരിക്കും? ആ മോതിരത്തിൽ ടൈപ്പ് ചെയ്ത 4 വാക്കുകൾ എന്തൊക്കെയായിരിക്കും? ടൈപ്പ് ചെയ്തോളൂ. ഈ വാക്കുകൾ വായിച്ചിട്ടാണ് രാജാവിന് യുദ്ധം ജയിക്കാനും പറ്റിയത്, അമിതമായ ആഹ്ലാദത്തിൽ നിന്ന് മോചനവും ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആ മോതിരത്തിൽ കൊത്തിവെച്ചിരുന്ന വാക്കുകൾ? ഇതും കടന്നു പോകും. വെരി ഗുഡ്. നല്ല ഉത്തരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതും കടന്നു പോകും, ഓർ ദിസ് ടു ഷാൽ പാസ്. ഈ നിമിഷവും കടന്നു പോകും. ഈ കഥയ്ക്ക് ഒരുപാട് വെർഷൻസ് ഉണ്ട്. ബീർബലിന്റെയും അക്ബർ ചക്രവർത്തിയുടെയും പേരിലുമുണ്ട് ഈ കഥ. കഥ ഏത് തന്നെയായാലും അതിലുള്ള സന്ദേശത്തിലാണ് കാര്യം. ഇതും കടന്നു പോകും, ദിസ് ടു ഷാൽ പാസ്. ഇപ്പോ ഈ കൊറോണ കാലാണ് അല്ലെ, ഇപ്പൊ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഈ ഡിഫിക്കൽട്ടീസ് ജീവിതത്തിൽ പറഞ്ഞതാണ്. ഇതും കടന്നു പോകും എന്നുള്ള ഒരു ധൈര്യം ഉണ്ടാവണം. ഇനി ഇത് കഴിഞ്ഞ്, കൊറോണ കാലം കഴിഞ്ഞ് ബിസിനസ്സിൽ ഒരു ബൂമിംഗ് ടൈം വന്നു എന്ന് വിചാരിക്കുക, വളരെ ബൂമിംഗ്. അപ്പോഴും മനസ്സിലുണ്ടാവണം, ഇതും കടന്നു പോകും, ദിസ് ഈസ് നോട്ട് പെർമനന്റ്. ഇങ്ങനെയുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ, യാഥാർത്ഥ്യ ബോധമുണ്ടെങ്കിൽ, then comes the balanced smile. സ്മൈൽ അല്ല, ബാലൻസ്ഡ് സ്മൈലാണ് വേണ്ടത്. അതായത് നമ്മുടെ എല്ലാ തലങ്ങളിലും, ആത്മീയമായ, ശാരീരികമായ, ബിസിനസ് പരമായ, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലും, കുടുംബത്തില്, സ്വന്തം കാര്യത്തിൽ, നമ്മുടെ ആക്ടിവിറ്റികളിൽ, ഈ എല്ലാ കാര്യത്തിലും കൃത്യമായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന ആത്മവിശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നറുപുഞ്ചിരി, സ്മൈൽ, സ്ട്രെസ്, ഇതാണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് ഇതുവരെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ചില കാര്യങ്ങൾ മാത്രമാണ്. 5 സ്റ്റെപ്പുകൾ. ഏത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലും പുഞ്ചിരി കാത്തു സൂക്ഷിക്കുവാനുള്ള 5 സ്റ്റെപ്പുകളാണ് ചർച്ച ചെയ്തത്. ആ സ്റ്റെപ്പുകളിലോട്ട് നമുക്ക് ഒരിക്കൽ കൂടി കടന്നു പോവാം. ഫസ്റ്റ്, സ്ട്രെസ്, അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. എന്താണ് സ്ട്രെസ്? അത് മനസ്സിലാക്കണം അല്ലെ. അത് നമ്മൾ മനസ്സിലാക്കി, അത് ചില ഹോർമോണൽ പ്രൊട്ടക്ഷൻ ആണ്. കോർട്ടിസോൾ, അഡ്രിനാലിൻ തുടങ്ങിയ ഹോർമോൺസിന്റെ പ്രൊട്ടക്ഷൻ ആണ് സ്ട്രെസ്സിന് കാരണമാവുന്നത്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ആണ് അതിന് കാരണം. അത് നമുക്ക് വേണ്ടതാണ്. ദെൻ മൈൻഡ് യുവർ സ്ട്രെസ്. സ്ട്രെസ് ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കണം, അതിനനുസരിച്ച് റീഡിസൈൻ ചെയ്യണം ലൈഫ്. ദെൻ യു ഷുഡ് ബാലൻസ് ഐ, we and it dynamically in every globe that you are involved in. കൃത്യമായിട്ട് ബാലൻസ് ചെയ്യണം, അതല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാവും. Then laugh. ഏത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനെയും ഇഷ്ടപ്പെടാനുള്ള മാർഗം, ആ സിറ്റുവേഷനെ ഇഷ്ടപ്പെടുക, അതിലോട്ട് നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു ഘടകത്തെ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. Then emotional management.
വികാരങ്ങളെ ബുദ്ധിപരമായിട്ട് നിയന്ത്രിക്കുക. ഈ 5 സ്റ്റെപ്പുകളാണ് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ പുഞ്ചിരി കാത്തു സൂക്ഷിക്കുവാനുള്ള മാർഗം. ഈ 5 സ്റ്റെപ്പിന്റെയും ആദ്യത്തെ അക്ഷരങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാക്ക് ഒന്ന് ടൈപ്പ് ചെയ്യാമോ ചാറ്റ് ബോക്സിൽ? യെസ് പ്ലീസ്. വാട്ട് ഇസ് ദ വേർഡ് ദാറ്റ് യു ഗെറ്റ് നൗ? യെസ്, സ്മൈൽ. ശ്യാം പ്രസാദ് സാറ് ടൈപ്പ് ചെയ്യുന്നു സ്മൈൽ. വെരി ഗുഡ്. ഇതാണ് സ്ട്രെസ്സിനെ നേരിടുവാനുള്ള മാർഗം. പുഞ്ചിരി തന്നെയാണ്. ഈ പുഞ്ചിരി നമുക്ക് മനോഹരമായിട്ട് കാത്തു സൂക്ഷിക്കണം. അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശ്യവും. നിങ്ങളിപ്പോ ഈ ചിത്രത്തിൽ കാണുന്നത് എന്താണ് എന്നുള്ളതൊന്ന് ടൈപ്പ് ചെയ്യാമോ? വാട്ട് ഡു യു സീ ഇൻ ദിസ് സ്ക്രീൻ നൗ? എന്താണ് നിങ്ങൾ ഇപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത്? വാട്ട് ഡു യു സീ? യെസ്, പ്ലീസ് ടൈപ്പ്. യെസ്, ഇറ്റ്സ് എ ഡയമണ്ട്. എന്നാൽ ഈ ഡയമണ്ടിന്റെ യഥാർത്ഥ രൂപം അതെന്താണ് എന്നറിയാമോ? ഏതിൽ നിന്നാണ് ഡയമണ്ട് ഉണ്ടാകുന്നത് എന്നറിയാമോ? Any guess? You may type it. കാർബൺ. വെരി ഗുഡ്. കാർബൺ ആണ് ഡയമണ്ട് ആയിട്ട് മാറുന്നത്. കാർബൺ എങ്ങനെയാണ് ഡയമണ്ട് ആയി മാറുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ സെഷന്റെ അവസാനത്തെ വാക്ക്. കഠിനമായ സമ്മർദ്ദത്തിലൂടെ, കഠിനമായ താപത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് കാർബൺ, കരിക്കട്ട, ചാർക്കോൾ ഡയമണ്ട് ആയിട്ട് മാറുന്നത്. അതിശക്തമായ മർദ്ദം, അതിശക്തമായ ഊഷ്മാവ്, ഇതിലൂടെ അതികഠിനമായ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ കരിക്കട്ട തിളക്കമേറി, മാറ്റേറി, മൂല്യവത്തായ, അമൂല്യമായ ഡയമണ്ട് ആയിട്ട് മാറുന്നു, വജ്രമായിട്ട് മാറുന്നു, തിളങ്ങുന്നു. സോ റിമെമ്പർ വൺ തിങ്. If you want to shine like a diamond, you must be ready to undergo through stressful situation with patience and hope. സ്ട്രെസ് ഉണ്ടായിക്കോട്ടെ, പക്ഷെ ആ സ്ട്രെസ്സിനെ സുഹൃത്താക്കി മാറ്റാൻ പഠിച്ചാൽ, ആ സ്ട്രെസ്സിനെ നോക്കി പുഞ്ചിരിക്കാൻ പഠിച്ചാൽ, then you succeed. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സ്ട്രെസ്സിനെ ഇല്ലാതാക്കുകയല്ല വേണ്ടത്, സ്ട്രെസ്സിനെ സ്വീകരിക്കുക, സുഹൃത്താക്കുക, സ്നേഹപൂർവ്വം, പ്രണയപൂർവ്വം കെട്ടിപ്പിടിക്കുക. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്ട്രെസ്സിനെ സുഹൃത്താക്കാം. We can befriend stress and ensure that there is a balanced smile on our lips. And if the smile is there, we can spread smile and we can ensure a stress-free life, not only for us, but also for everyone here with us in our planet. So thank you very much for this opportunity.